നമ്മുടെ ലോങ് വീഡിയോസൊന്നും ആരും കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിലാണ് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്താറ് കേട്ടോ. പക്ഷേ ഈ ചെയ്യുന്ന ഒരു ക്രോപ്പ് ടോപ്പിനെ നമുക്ക് ഷോർട്ട് വീഡിയോയിൽ നമുക്ക് എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റില്ല. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ടുള്ള പീസ് എടുത്തിട്ട് നമ്മളിതാ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആം ഹോളൊക്കെ നിങ്ങൾ ഫ്രണ്ടിൽ കുറച്ച് ഇറക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ സാധാരണ എടുക്കുന്ന അളവിലും ഒന്ന് എടുക്കുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിലല്ല കട്ട് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ പീസിൽ തന്നെ, അതായത് കറക്റ്റുള്ള ഫ്രണ്ടിൽ വരണ, അതായത് നല്ല വശം ചേർന്ന് വരുന്ന പീസിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ വീനൊക്കെ കൊടുക്കുന്നത്, ഫ്രണ്ട് വശത്തുള്ള കഴുത്ത് ഏകദേശം നമ്മൾ റൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഈ താഴെ വശത്ത് ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിത് വെട്ടുമ്പോഴൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ആദ്യം റൗണ്ട് വരഞ്ഞതിന് ശേഷം പിന്നെ കഴുത്തൊന്ന് വെട്ടിയത് എടുത്തു കൊടുത്താൽ മതി. പിന്നെ താഴെ വശത്ത് നമ്മൾ സ്കാലപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാലപ്പ് പോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ്ങിനോട് കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുന്നിയെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പോർഷനിൽ മാത്രം നിങ്ങൾ അടിച്ചു കൊടുക്കരുത്, ബാക്കി എല്ലാ പോർഷനിലും നിങ്ങളിതാ ഇതുപോലെ ഒന്ന് അടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് കഴുത്തൊക്കെ അടിച്ചെടുക്കുമ്പോൾ നീറ്റായിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഏറ്റവും തുമ്പ് വശത്ത് കൂടെ തന്നെ അടിച്ചെടുക്കുക, എങ്കിൽ മാത്രമേ മറിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് കടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് ഇതാ ബാക്ക് വശം നമ്മൾ എന്ത് ചെയ്യണം വെച്ച് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് സെക്യൂർ ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ എന്താ ഈ അടിച്ചു കൊടുത്തതിന് ശേഷം എന്താ കണ്ടത്, ഈ ഒരു ആം ഹോളിൻ്റെ കുറച്ച് താഴെ വശം മാത്രം പറഞ്ഞില്ലേ, ആ ഭാഗത്ത് മാത്രം നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കാതിരിക്കുക. എന്നിട്ട് എന്താ അത് കറക്റ്റായിട്ട്, അത് ലൈനിങ് അല്ലാണ്ട് ആ മറ്റേ പീസിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കണം. ഒരു ചെറിയ പോർഷൻ പോലും കട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു സൈഡ് വശം നമ്മൾ അടിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്തോട്ട് എടുത്തിട്ട് നമ്മളൊന്ന് മറച്ചെടുക്കുക ചെയ്യുന്നത്. മറിച്ചെടുക്കുമ്പോൾ ഇത് ഈ കോണുള്ള വശങ്ങളും മറ്റുള്ള, അതായത് നമ്മുടെ കൈ വിരലൊക്കെ നേരെ കറക്റ്റായിട്ട് കൊള്ളാത്ത ആ ഭാഗങ്ങൾ, ആ പോർഷൻസൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും നിങ്ങൾ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർപ്പുള്ള സാധനങ്ങളോ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് 2 പോർഷനും. അപ്പോൾ നമ്മൾ എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്രിൻസസ് കട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും സ്കാലപ്പ് ഇത് ചെയ്യുന്നില്ല കേട്ടോ, പ്രിൻസസ് കട്ട് ചെയ്യുന്നില്ല. ഇത് ഫ്രണ്ടിൽ മാത്രം നമ്മൾ പ്രിൻസസിന് വേണ്ടിയിട്ട് മടക്കിയിട്ട് ഒരു വശത്ത് വരഞ്ഞു കൊടുത്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവിന് തന്നെ കിട്ടും. എന്നിട്ട് ഇതാ ഈ പോർഷനിൽ കറക്റ്റ് ഇങ്ങനെ സൈഡ് ഒരു കർവ് പോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ട് ആ വശം നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാ 2 വശം നമ്മൾ അടിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വല്ലാണ്ട് നമ്മൾ അതിനകത്ത് അടിച്ച് കൊടുത്തിട്ടൊന്നുമില്ല, ചെറിയൊരു ഭാഗം മാത്രമല്ല മടക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ എടുത്തിട്ടുള്ളത് 2 പീസാണ്. 2 പീസിൽ ഒരു പീസ് ചെറിയൊരു പീസും പിന്നെ അതുപോലെ ഒരു പീസിൻ്റെ സൈഡ് വശം ഒരു കോൺ അളവ് പോലെ ഒരു സൈഡിലേക്ക് ചെരിവിൽ പോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്നങ്ങനെ മടക്കിയിട്ട് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ എന്നിട്ട് ബോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കൈ കൊണ്ടൊന്ന് തുന്നി കൊടുക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സെക്യൂറായിട്ട് തന്നെ നമ്മൾക്ക് അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയ എന്തായത് ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിതിനകത്ത് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.